ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫോട്ടോഷോപ്പിൽ എങ്ങനെ സ്കെച്ചിങ്, പെയിൻറ്റിങ്, അതുപോലെ തന്നെ ഡ്രോയിങ് എങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. പല ആളുകളും നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവും, എടാ ഒന്ന് വരച്ചു തരുമോ, ഒന്ന് പെയിൻറ്റ് ചെയ്ത് തരുമോ, ഒരു കാരിക്കേച്ചർ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ ചെയ്ത് തരുമോ. എങ്ങനെ ഫോട്ടോഷോപ്പിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കൊരു ഇമേജിനെ ട്രേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഇമേജിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ നല്ലൊരു പെയിൻറ്റ് ചെയ്ത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്രോയിങ് ചെയ്തൊരു വശം ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ആദ്യം നമ്മൾ പേജ് ഓപ്പൺ ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് ലെയറാണ് ഈ കാണുന്നത്. Ctrl+O ഫോർ ഓപ്പൺ. നമ്മൾ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് വരയ്ക്കേണ്ട ഒരു ഇമേജ്. ഓക്കെ, നമുക്ക് ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇമേജിനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മൂവ് ടൂൾ എടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, കുറച്ച് സൈസ് കൂട്ടി കൊടുക്കണം. Ctrl+T ഫോർ ട്രാൻസ്ഫോം. ഒരു സൈഡ് പിടിച്ച് നമ്മളിങ്ങനെ വലിച്ചു കൊടുത്തു. CC വേർഷനിൽ ശ്രദ്ധിക്കണം, ഷിഫ്റ്റ് ഉപയോഗിച്ചാൽ അതിൻ്റെ ഷേപ്പുകൾ മാറിപ്പോവും. ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്യരുത് ഒരിക്കലും. Ctrl+Z കൊടുത്തു. വീണ്ടും നമ്മളത് Ctrl+T കൊടുത്ത് ട്രാൻസ്ഫോം കൊടുത്തു, ഒന്ന് വലുതാക്കി. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ചെയ്യുന്ന ലെയറിൻ്റെ ഒരു കോപ്പി, മെയിൻ ഇമേജിൻ്റെ ഒരു കോപ്പി എടുത്ത് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ നമുക്ക് ആ ഒരു ലെയർ ഇവിടെ തന്നെ ഉണ്ടാകും. വീണ്ടും അത് ഓപ്പൺ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് Ctrl+J. ഓക്കെ, നമുക്കതിൻ്റെ ഒരു കോപ്പി കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മളിവിടെ ഹൈഡ് ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കുക, ഏറ്റവും മുകളിലെ ലെയറാണ് നമ്മൾ ഈ കാണുന്നത്. Ctrl+Shift+N പ്രസ് ചെയ്യുകയാണ്. പുതിയ ലെയർ നമുക്ക് കിട്ടി. ഓക്കെ, ഈ ലെയറിലാണ് ഇനി നമ്മുടെ വർക്കുകളെല്ലാം നടക്കുന്നത്. കാരണം നമ്മൾ ലെയർ 1 കോപ്പി, അതായത് ഈ ഇമേജിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് പിന്നെ അതിൽ കാര്യമായിട്ടുള്ള എഡിറ്റിങ്സുകൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ചെയ്ത എഡിറ്റിങ്ങുകളെ മാറ്റാനോ കഴിയുകയില്ല. നമ്മൾ പുതിയതായി കൊണ്ടുവന്ന എഡിറ്റിങ്ങുകൾ മായ്ക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അടക്കം മാഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്യുന്നത് ലെയർ 2 എന്ന ഈ ഒരു പുതിയ ലെയറിലാണ്. ബി അല്ലെങ്കിൽ ബ്രഷ് ടൂൾ. ഓക്കെ, ബി അമർത്തിയാൽ നമുക്ക് ബ്രഷ് ടൂൾ ലഭിക്കും. ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു പിക്സൽ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമ്മൾ പരമാവധി സൂം ചെയ്താൽ നമുക്ക് വളരെ പെർഫെക്റ്റോട് കൂടിയിട്ട് അതിൽ വർക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമ്മളൊരു ഭാഗത്ത് നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. ബ്രഷ് ടൂൾ ഉണ്ട്. കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒപ്പാസിറ്റി ഒരു 50 അല്ലെങ്കിൽ ഓക്കെ ഒരു 54 ആണ്. അതുപോലെ തന്നെ ബ്രഷ് ടൈപ്പ് ഷാർപ്പല്ല, ഫെദറുള്ള ടൈപ്പ് ബ്രഷാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ ഭാഗത്ത് നിന്നുള്ള, ഇപ്പോൾ ഓൾറെഡി ബ്ലാക്ക് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. ഓക്കെ, ഓരോ ഭാഗത്തു നിന്നും നമുക്ക് കളർ സെലക്ട് ചെയ്യണം. അപ്പോൾ മുഖത്ത് ആദ്യമായിട്ട് നമ്മൾ ഐ അമർത്തിയാൽ, ഓക്കെ, ഐ ഡ്രോപ്പർ ടൂളാണ് ഐ. ഓക്കെ, അതായത് കളർ സെലക്ട് ചെയ്യാനുള്ള ടൂളാണ് ഐ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ടൂൾ വന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ആ ഭാഗത്തുള്ള കളർ സെലക്ഷൻ വന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. കളർ ബ്രാക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും. ബ്രാക്കറ്റ് ക്ലോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടൂളിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഏകദേശം ആ ഒരു കളർ കാണുന്ന ഭാഗങ്ങളിൽ നമ്മൾ പെയിൻറ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ വേറൊരു കളറാണുള്ളത്. അപ്പോൾ കളറ് വേരിയൻറ്റിനനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ ഭാഗത്തിനനുസരിച്ചിട്ട്
ടൂള് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യണം. ഓരോ ഭാഗത്തു നിന്നും കളർ സെലക്ട് ചെയ്ത് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഷാഡോ വരുന്ന ഭാഗങ്ങൾ ഒന്നുകൂടി ഡാർക്കായിരിക്കും. ഒരു ഇമേജിന് അതിൻ്റെ ഒരു പെർഫെക്ഷൻ ലഭിക്കുന്നത് അതിൻ്റെ ഷാഡോകൾ അതിൽ ഉൾപ്പെടുത്തുമ്പോഴാണ്. അപ്പോൾ ഷാഡോ വരുന്ന ഭാഗം പരമാവധി ഡാർക്ക് കളറായിട്ട് തന്നെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്നുകൂടി ഒപ്പാസിറ്റി നമ്മൾ കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് തോന്നിയാൽ നമുക്ക് അൺഡു ചെയ്യാം. Ctrl+Z പ്രസ് ചെയ്താൽ അത് അൺഡു ആകുന്നതാണ്. ഓക്കെ, മുഖത്തിൻ്റെ ഈ ഒരു കാണുന്ന ഭാഗം നമ്മൾ ഏകദേശം പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. മൗസ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ പ്രയാസം നേരിട്ടേക്കാം. കുറച്ച് കൂടുതൽ സമയമെടുക്കും, കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഗ്രാഫിക് ടാബുകളൊക്കെ വാങ്ങാൻ കിട്ടും. ചെറിയ 4000 രൂപ മുതൽ 15,000, അതുപോലെ തന്നെ അബൌട്ട് 1 lakh വരെയുള്ള ടാബുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ടൂൾസ്, എല്ലാ ടൂൾസും അത് സൈസ് ഇൻക്രീസ് ചെയ്യാനും കുറക്കാനൊക്കെ ഉള്ളത് ബ്രാക്കറ്റ് ക്രോസ് ആണ്. അപ്പോൾ ആ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം.
ഭാഗം കൊടുത്തു കഴിഞ്ഞു. ഇനി ഷർട്ട് കൂടിയാണ് കൊടുക്കാനുള്ളത്. അത് നമുക്കതിൻ്റെ മുമ്പ് ഒരു ലെയർ കൂടി കൊടുത്തിട്ട് Ctrl+Shift+N പ്രസ് ചെയ്ത് പുതിയൊരു ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ബ്ലാക്ക് കളറ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. നമ്മുടെ ബ്രഷ് ഷാർപ്പ് മോഡിലേക്ക് മാറ്റി. ഓക്കെ, ഇനി പുതിയ ലെയറിലാണ് ചെയ്യുന്നത്. ബ്രഷിൻ്റെ സൈസ് നമ്മൾ ചെറുതാക്കിയിട്ടുണ്ട്. ഓക്കെ, Ctrl+Z കൊടുക്കുക. എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ കാണുന്ന മെയിൻ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തുകൂടെയാണ് നമ്മൾ വരക്കുന്നത്. ഓക്കെ, നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആവാനായിട്ടുണ്ട്. ഷർട്ട് കൂടി ഒന്ന് ശരിയാക്കാനുണ്ട്. ഷർട്ട് ഞാൻ സ്മഡ്ജ് ടൂളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സ്മഡ്ജ് ടൂള് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സ്മഡ്ജ് ടൂൾ കാണാൻ കഴിയും. K ഷോർട്ട് കട്ടാണ്. ഓക്കെ, സ്മഡ്ജ് ടൂൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്ട്രെങ്ത് 24 ആണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ മെയിൻ ഇമേജിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്നു. ഇമേജിനെ സ്മഡ്ജ് ചെയ്യുകയാണ്. എന്താണ് സ്മഡ്ജ് എന്ന് ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. പെയിൻറ്റിങ്ങിൻ്റെ ഒരു എഫക്റ്റ് വരും. അപ്പോൾ മറ്റ് ഭാഗത്ത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? മറ്റു ഭാഗത്ത് നമ്മളത് ചെയ്താൽ പിരികം പോലെയുള്ള ഐബ്രോ പോലെയുള്ള സംഗതികളൊക്കെ, അല്ലെങ്കിൽ കണ്ണ്, മൂക്കിനൊക്കെ പല കോട്ടങ്ങളും സംഭവിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡ്രോയിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ മെയിൻ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യലാണ്. ഓക്കെ, അതിന് ഞാൻ ഇറേസറാണ് ഇപ്പോൾ എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെൻ ടൂൾ എടുക്കാം. 100%ലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഷാർപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ടൂള് ചെറുതാക്കി ഇമേജിൻ്റെ അടുത്തുകൂടിയാണ് നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈഡ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്കത്
ബ്രാക്കറ്റ് ക്ലോസ് ഉപയോഗിച്ചിട്ട് ടൂളിനെ സൈസ് കൂട്ടാം. ഓക്കെ, നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗവും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി അതിൻ്റെ അടിഭാഗം കുറച്ച് നമുക്ക് ശരിയാക്കാനുണ്ട്. അതിന് ഞാൻ വീണ്ടും ഇറേസറിൻ്റെ ഷേപ്പ് മാറ്റി ഫെദർ ടൈപ്പ് ഇറേസർ എടുത്തു. ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കമ്മിയാക്കി ഓക്കെ, നമ്മുടെ ഇമേജ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ സെലക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പാക്കി ഗ്രൂപ്പിനെ Ctrl+J പ്രസ് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് അത് ഹൈഡ് ചെയ്ത് വെക്കാം. ഇനി എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഒന്നാമത്തെ ഗ്രൂപ്പ് കോപ്പിയെ ഞാൻ എന്ത് ചെയ്യണേ, Ctrl+E പ്രസ് ചെയ്തിട്ട് മെർജ് ചെയ്തു. അതൊരു ഇമേജായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് റിമൂവ് ചെയ്യാനുള്ള ഭാഗം ഉണ്ടായിരുന്നു. ഒപ്പാസിറ്റി കൂട്ടിക്കൊടുത്തു. ഓക്കെ, മുകൾ ഭാഗത്തും ഉണ്ടതുപോലെ തന്നെ. ഓക്കെ, നമ്മുടെ ഡ്രോയിങ് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി കൂടുതൽ പെർഫെക്ഷൻ നമുക്കിതിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലൊക്കെ കൂടുതൽ കളറുകൾ മിക്സായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ സ്മഡ്ജ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. വളരെ മൈന്യൂട്ടായിട്ട് കൂടുതൽ സമയമെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.